പൂച്ച വിറ്റ് കിടക്കുന്ന ഖജനാവും നിരന്തരമായ പ്ലാൻ സൈസ് കട്ടിയലും കൊണ്ട് വിശ്വാസ്യത തകർന്ന ഒരു ധനകാര്യ സംവിധാനം നിലനിർത്തുന്ന ഈ സർക്കാർ അവതരിപ്പിച്ച ബജറ്റിൽ ജനങ്ങൾ ആരും വിശ്വസിക്കില്ല. കാരണം 10 വർഷം ചെയ്യാതിരുന്ന ചില കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള പ്രഖ്യാപിക്കുകയാണ്. 10 വർഷം പൂർണ്ണമായി പരാജയപ്പെട്ട മേഖലകളിൽ മാറ്റമുണ്ടാകുമെന്നുള്ള അവകാശവാദമാണ്. അനാവശ്യമായ രാഷ്ട്രീയം കലർത്തി യഥാർത്ഥത്തിൽ ഈ ബജറ്റിൻ്റെ പവിത്രത തന്നെ നഷ്ടപ്പെടുത്തി. നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 202 അനുസരിച്ചിട്ടാണ് സ്റ്റേറ്റ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. അതൊരു ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റാണ്. ഇറ്റ്സ് നോട്ട് എ പൊളിറ്റിക്കൽ ഡോക്യുമെൻറ്റ്. അതിനെ ഒരു പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റാക്കി മാറ്റി തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനമാണ്. ഇതിന് യാതൊരു വിശ്വാസ്യതയില്ല. ഏറ്റവും രസകരമായ കാര്യം, ഈ പദ്ധതി പ്ലാനിൻ്റെ ഡീറ്റെയിൽസാണ്, മൈന്യൂട്ട് ഡീറ്റെയിൽസാണ് ഈ ബജറ്റിലൂടെ പ്രഖ്യാപിച്ചത്. അതാണ് ഇത്ര നേരം നീണ്ടുപോയത്. ഇപ്പോഴത്തെ പ്ലാനിൻ്റെ സ്ഥിതി എന്താണ്? 38% ഈ ജനുവരി 31 ആകുമ്പോഴേക്കും പ്ലാനിൻ്റെ എക്സ്പെൻഡിച്ചർ 38%. ഇനി ചിലവാക്കാനുള്ളത് 1 മാസമാണ്. മാർച്ച് ഫസ്റ്റ് വീക്ക് ആകുമ്പോഴേക്കും ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യും. അപ്പോൾ കേരളത്തിൻ്റെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും മോശം പ്ലാൻ എക്സ്പെൻഡിച്ചർ നടത്തിയ ഒരു വർഷമാണ്. ഏറ്റവും മോശം പ്ലാൻ എക്സ്പെൻഡിച്ചർ. അപ്പോൾ ആ പദ്ധതിക്ക് എന്ത് പ്രസക്തി? ആ പദ്ധതിയുടെ വിശദാംശങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം 70 കോടി വെച്ചത് ഈ പ്രാവശ്യം 80 കോടിയാക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം 90 കോടി വെച്ചത് ഈ പ്രാവശ്യം 95 ആക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം 100 കോടി വെച്ചത് 150 ആക്കുന്നു. ഈ 70, 80, 90, 100 വെച്ചെടുത്ത് 38% ചിലവാക്കിയിരിക്കുന്നത്. 38%. മാത്രമല്ല, ഈ 5 വർഷക്കാലത്തിനൊരു പ്രത്യേകതയുണ്ട്. ആകെ ഈ പ്ലാനിൻ്റെ സൈസ് വർദ്ധിക്കുന്നില്ല. ആകെ ഈ വർഷമാണ് ഒന്ന് വർദ്ധിപ്പിച്ചത്, ഈ 25-26 മാത്രം. ബാക്കി 30,000 കോടി എന്നുള്ള സ്റ്റാഗ്നൻ്റായിട്ട് പോവുകയാണ്. മനസ്സിലായേ? എല്ലാ സർക്കാരുകളും വന്ന് പിരിഞ്ഞു പോകുമ്പോഴേക്കും പ്ലാനിൻ്റെ സൈസ് ഒരു 15-20% വർദ്ധിക്കുമായിരുന്നു. ഇവിടെ പ്ലാനിൻ്റെ സൈസ് അങ്ങനെ തന്നെ പോവുകയാണ്. എന്നിട്ട് ഇപ്പോൾ ഒരു 2,000 കോടി കൂട്ടിയായിരുന്നു. പക്ഷേ 38% പോലും എക്സ്പെൻഡിച്ചർ ഇല്ല. കഴിഞ്ഞ വർഷം ഭീകരമായിട്ടാണ് 50%-ഓളം പ്ലാൻ സൈസ് കട്ട് ചെയ്തു. പരിതാപകരമായ അവസ്ഥയിലാണ് കേരളത്തിലെ സാമ്പത്തിക രംഗം. ഇനി സാധാരണ ഒരു വല്ലാതെ പ്രയാസം വരുന്ന ഘട്ടത്തിലാണ് ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. ഇത് 19/8/2025 ഇറക്കിയ ഉത്തരവനുസരിച്ച് 10 ലക്ഷം രൂപയിൽ കൂടുതൽ ട്രഷറിയിൽ നിന്ന് മാറാൻ പറ്റില്ല. കഴിഞ്ഞ 5 മാസമായി ഈ ട്രഷറി നിയന്ത്രണം നിലവിലിരിക്കുകയാണ്. പണ്ടൊക്കെ ഉണ്ടായിരുന്നത് ചില സിറ്റുവേഷൻസ് വരുമ്പോൾ, ചില സാമ്പത്തിക പ്രയാസങ്ങൾ വരുമ്പോൾ, വെയ്സ് ആൻഡ് മീൻസിൻ്റെ ചില അഡ്ജസ്റ്റ്മെൻറ്റ് വരുമ്പോൾ മാത്രമാണ് ട്രഷറിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത്. ഇത് കഴിഞ്ഞ 5 മാസമായി തുടർച്ചയായി 10 ലക്ഷം രൂപയിൽ കൂടുതൽ മാറാൻ വയ്യാത്തൊരു ഖജനാവ് വെച്ചുകൊണ്ടാണ് ഈ ഗീർവാണ പ്രസംഗം ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി നടത്തിയത് എന്നത് ഞങ്ങളെ എല്ലാവരും അത്ഭുതപ്പെടുത്തുന്നു. ഒരു നല്ല വാക്ക് പ്രയോഗിച്ചു ബജറ്റ് തുടങ്ങിയപ്പോൾ, ന്യൂ നോർമൽ എന്ന് പറഞ്ഞു. കറക്റ്റാണ്, ന്യൂ നോർമൽ. എന്താണ് ഇപ്പോഴത്തെ ന്യൂ നോർമലായി മാറിയിരിക്കുന്നത്? എന്താണ്? തോന്നിയതുപോലെ ബജറ്റിൽ പ്രഖ്യാപിക്കുക, അത് നടപ്പാക്കാതിരിക്കുക, പ്ലാൻ സൈസ് കട്ട് ചെയ്യുക, പ്ലാൻ എക്സ്പെൻഡിച്ചർ കുറയ്ക്കുക. ഇതാണിപ്പോൾ കേരളത്തിൻ്റെ ന്യൂ നോർമൽ. ന്യൂ നോർമൽ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഇല്ലാത്ത ഒരു പുതിയ സംവിധാനം കൊണ്ടുവന്നിട്ട് അതൊരു സിസ്റ്റത്തിൻ്റെ ഭാഗമാകുകയാണ്. അപ്പോൾ കേരളത്തിലെ ഒരു ഫിസ്ക്കൽ ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ ഒരു ധനകാര്യ വ്യവസ്ഥതയുടെ വിശ്വാസ്യതയെ മുഴുവൻ തകർത്തുകൊണ്ടാണ് ഈ 5 കൊല്ലം മുമ്പോട്ട് പോയത്. പരിതാപകരമായ ഒരു അന്ത്യമാണ് കേരളത്തിൽ ഉണ്ടായതെന്ന് വ്യക്തമാണ്.